ബ്രേക്ക് ആയിരുന്നു അബുദാബിയിൽ നിന്ന്, വിഷമായി. സാരമില്ല, വീണ്ടും ട്രൈ ചെയ്യാം. ഈ ദിവസങ്ങളുണ്ട് നോമ്പ് തീരാനായിട്ട്. പിന്നെ കിട്ടിയിട്ട് നഷ്ടപ്പെടുന്നവർക്ക് ഫേസ്ബുക്ക് കോൺടെസ്റ്റ് ഉണ്ട്, അതിലും പങ്കെടുത്ത് നിങ്ങൾക്ക് ജയിക്കാം. അതെ തന്നെ. ചോദ്യം ഇതായിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രണ്ടാമത്തെ വീട് എന്നറിയപ്പെടുന്നത് ഏത് പള്ളിയാണ്? അപ്പൊ ഒരു പള്ളിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. വേഗം തന്നെ facebook.com/myntv പോയിട്ട് ലൈക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ആൻസർ. കോളർ റെഡിയാണ്. ഹലോ ഹലോ, വെൽക്കം ടു വി എക്സ്ചേഞ്ച്. ഹദിയത് റംദാൻ. അസ്സലാമു അലൈക്കും. താങ്ക് യു. ആരാണ്? മോനെ പേര് ടിവിയിൽ ശ്രദ്ധിക്കാമറിയം അല്ലേ? അല്ലേ? ഷിയ മറിയാണോ? ഷിയ മറിയം ടിവിയിൽ ശ്രദ്ധിക്കരുതേ. ഇല്ല. ഓക്കെ, ഷിയ മറിയം വെക്കേഷൻ ഇപ്പൊ എന്ത് ചെയ്യാണ്? ഒന്നും ചെയ്യുന്നില്ല. വെക്കേഷൻ തീരാറായില്ലേ? വിഷമില്ലേ? എന്താ? വെക്കേഷൻ തീരാറായില്ലേ? സങ്കടമില്ലേ വെക്കേഷൻ തീരുന്നോണ്ട്? ആണ്. ആരാണ് അടുത്ത് നിക്കുന്നത്? എല്ലാരും ഉണ്ട്. വളരെ പേടിച്ചാ വിളിക്കുന്നത്. വളരെ പേടിച്ചാണല്ലോ സംസാരിക്കുന്നത്. മോൾക്ക് ഞങ്ങളിപ്പോ ലാസ്റ്റ് കോളർ ചോദിച്ച ക്വസ്റ്റിന്റെ ആൻസർ അറിയാവോ? ഇല്ല. ക്വസ്റ്റ്യൻ ചോദിച്ചാ ചോദിക്കണോ? അതേ വേറെ ഈസി ക്വസ്റ്റ്യൻ ചോദിക്കണോ? അല്ല, അത് ചോദിച്ചോ. അത് ചോദിക്കാം. ഓക്കെ, അത് ചോദിക്കാം. ഇപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരാള് മരണപ്പെട്ടതിന് ശേഷം പരലോകത്തേക്ക് ഉയർത്തി എഴുന്നേൽപ്പിക്കുന്നതിനും ഇടയിലുമുള്ള ജീവിതത്തിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ബർസാഖ്. കറക്റ്റ് ആൻസർ ആണ്. താങ്ക് യു. വെൽക്കം. ഇതാരാ പറഞ്ഞത്? നേരത്തെ കോളർ കേട്ട് വെച്ച് ആലോചിച്ചതാണോ? അല്ല, ഇപ്പൊ കേട്ടപ്പോ തന്നെ പറഞ്ഞതാ? ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നബിക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് അവരുടെ മാതാവ് മരണപ്പെട്ടത്? വളരെ അതെ, കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ, അപ്പൊ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതുപോലെ തന്നെ ആൻസർ ചെയ്യാട്ടോ, അതുകൊണ്ട് വിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, അടുത്ത ഖലീഫയായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരെയാണ് തിരഞ്ഞെടുത്തത്? ഉമർ റളിയല്ലാഹു അൻഹുവിനെ. കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇത് നേരത്തെ ചോദിച്ച ചോദ്യമാണ്. ഒരാളൊരു തെറ്റ് ഓപ്ഷൻ ഉത്തരമായി ചൂസ് ചെയ്തു, അപ്പൊ അത് മോള് ചൂസ് ചെയ്യാതിരിക്കാട്ടോ. ഓക്കെ, സൂറ യാസീൻ ഒരു പ്രാവശ്യം ഓതിയാൽ അള്ളാഹു എത്ര പ്രാവശ്യം ഖുർആൻ ഓതിയ ഗുണമാണ് തരുന്നത്? ഓപ്ഷൻ ഞാൻ കൊടുത്തത് 10, 70, 3, 40. 10, 3, 17, 40. ചോദിക്കാണ്. 40. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. ഉറപ്പിച്ചിട്ടില്ല. പിന്നെ ഏതാ ഉത്തരം? ഒരു മിനിറ്റ്. 15 സെക്കൻഡ്. ഓപ്ഷൻസ് ഒന്നുകൂടി പറഞ്ഞ. 10, 70, 3, 40. വേഗം ആയിക്കോട്ടെ കേട്ടോ. 15 സെക്കൻഡ്സ് ഒക്കെ മുമ്പേ പോയി തീർന്നു. ഇതിപ്പോ 1 മിനിറ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാ. ഒരു മിനിറ്റ്. 70 ആണോ ഫിക്സ് ചെയ്യണേ? ഓക്കെ, അപ്പൊ വീണ്ടും തെറ്റി. വീണ്ടും വിളിക്കുമോള്. ഫേസ്ബുക്ക് കോൺടെസ്റ്റിൽ പങ്കെടുക്കുകയും ചെയ്യാ. ക്വസ്റ്റ്യൻ കേട്ടല്ലോ ഇന്നത്തെ ഞങ്ങളുടെ ഉത്തരം എന്താ? ഉത്തരം ഞങ്ങൾ അടുത്ത കോളറിന് പാസ് ചെയ്ത് നോക്കട്ടെ. ഇനി ആരും പറഞ്ഞെങ്കിൽ ഞങ്ങൾ തന്നെ അവസാനം പറയും. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഫേസ്ബുക്ക് കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ മറക്കല്ലേ മോള്. വീട്ടിലെല്ലാരോടും ഞങ്ങളുടെ സലാം പറയുക. ഓക്കെ, അപ്പൊ ഷിയ മറിയായിരുന്നു നമുക്ക് വിളിച്ചത്. 3 ക്വസ്റ്റ്യൻസ് വരെ പോയി ആള്. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ പോയി വീണ്ടും ട്രൈ ചെയ്യണോട്ടോ മോള്. നമുക്ക് ഓൾറെഡി 4 പറഞ്ഞൊരു വിന്നർ ഉണ്ട്. അത് തന്നെ. അപ്പൊ എന്തായാലും എല്ലാരും ഇന്ന് 4 പറയാനാണ് ഇന്ന് ട്രൈ ചെയ്യേണ്ടത്. ഓക്കെ, കൂടാതെ ഞങ്ങൾ ഫേസ്ബുക്ക് കോൺടെസ്റ്റിലും പങ്കെടുക്കാം. കിട്ടാത്തവർ www.facebook.com/myntv പോകുക, സൈറ്റ് ലൈക്ക് ചെയ്യുക,
പിന്നെ നിങ്ങളുടെ ആൻസേഴ്സ് പോസ്റ്റ് ചെയ്യുക. അള്ളാഹുവിന്റെ രണ്ടാമത്തെ വീട് അറിയപ്പെടുന്നത് ഏത് പള്ളിയാണ് എന്നതായിരുന്നു ചോദ്യം. വിന്നറിനെ ഞങ്ങൾ നാളെ ഡിക്ലെയർ ചെയ്യുന്നതാണ് ഇതേ സമയത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നോമ്പിന്റെ സുന്നത്തിനെ പറ്റിയാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, നോമ്പ് അനുഷ്ഠിക്കുന്നവൻ, അത് സുന്നത്ത് നോമ്പായാലും ഒരാൾ വന്ന് അയാളെ ചീത്ത പറയുകയാണെങ്കിൽ അയാൾ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യമുണ്ട്, നോമ്പ് പിടിക്കുകയാണ് എന്നുള്ളത്. അതായത് ഉറക്കെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക, സ്ട്രോങ് ആവും. അതുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ കരുതുക, അതായത് നോമ്പ് പിടിക്കുകയാണ്, തിരിച്ച് യാതൊന്നും പറയാതിരിക്കുക. കൂടാതെ കളവ് പറയൽ, പരദൂഷണം, ചീത്ത പറയൽ ഇതെല്ലാം നോമ്പിനെ നിഷ്ഫലമാക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. കോളർ ഉണ്ട്. ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു എക്സ്ചേഞ്ച് ഹദിയത്ത് റംദാൻ. ഹായ്, ആരാണ്? ഇത് നൗഫൽ. നൗഫൽ ആദ്യമായിട്ട് വിളിക്കുന്നതാണോ? അതെ, ആദ്യമായിട്ട് വിളിക്കുന്നു. ഓക്കെ, എവിടുന്നാണ്? അബുദാബി. അബുദാബി. നാട്ടിലെവിടെയാ? കണ്ണൂര്. കണ്ണൂര്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഏ കമ്പനിയിലാ? ഇവിടെ അബുദാബി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, എന്തായിരുന്നു നോമ്പിന് കഴിച്ചത്? എന്തെല്ലാം ഒരുപാട് സാധനങ്ങൾ ഓർക്കുന്നില്ല അല്ലേ? ഹലോ. ഹലോ, ഒരുപാട് സാധനങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഓർക്കാത്തത്. അതെ, നമ്മുടെ കുറച്ച് കസ്റ്റമർക്ക് ഇവിടെ എല്ലാവരും കൂടെ ഒന്നിച്ച് വിളിച്ചപ്പോ കുറെ കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ പ്രോഗ്രാം കാണാറുണ്ടോ? വിളിച്ചത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിക്കട്ടോ. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ചോദിക്കാം, നോക്കട്ടെ. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചതില് ഏറ്റവും അവസാനത്തെ ഭാര്യ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചതിൽ ഏറ്റവും അവസാനത്തെ ഭാര്യ ഏതാണ്? ഓപ്ഷൻസ് വേണോ? ഓക്കെ, ഓപ്ഷൻസ് തരാന്ന. മൈമൂന, ആയിഷ, ഫാത്തിമ. ഓപ്ഷൻസ് പറയാൻ പറ്റുമോ? പറഞ്ഞല്ലോ, പറഞ്ഞല്ലോ, 3 ഓപ്ഷൻസ് തന്നു. ഓക്കെ, റിപ്പീറ്റ് ചെയ്യാം. മൈമൂന, ആയിഷ, ഫാത്തിമ. ഓക്കെ, പറഞ്ഞു. ആയിഷ. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. ഷോ അതിന് കാണുന്നു. ആരെ ഹെൽപ്പ് ചെയ്യാനുള്ളത് കൂടെ? ഇല്ല, ഞാൻ സംശയം എന്റെ കസിന്റെ കസിനുണ്ട്. സംശയം. ഓക്കെ, എനിക്ക് പറഞ്ഞത്. പിന്നെ അവൻ ഹെൽപ്പ് ചെയ്തു. സാരയില്ല, വീണ്ടും വിളിക്കൂ. റോങ് ആൻസറാ പറഞ്ഞത്. ഓക്കെ, ഫേസ്ബുക്ക് കോൺടെസ്റ്റിൽ പങ്കെടുത്തോളൂ, വിന്നറാകാം നാളെ. ഓക്കെ, ആള് വളരെ ധൃതിയോടെ ഫോൺ വെച്ചത് ഉത്തരം പറഞ്ഞതിന് ശേഷം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ അവസാനത്തെ ഭാര്യ ആരായിരുന്നു? നെക്സ്റ്റ് കോളറിന് ക്വസ്റ്റ്യന്റെ ആൻസർ അറിയാമെങ്കിൽ വേഗം വിളിച്ചോളാം. വിളിക്കേണ്ട നമ്പർ 0529462343. പിന്നെ ഫേസ്ബുക്ക് കോൺടെസ്റ്റിലും പങ്കെടുക്കാൻ മറക്കരുത്. ഫേസ്ബുക്കിന്റെ ഞങ്ങളുടെ ലിങ്കിൽ പോവുക, ലൈക്ക് ചെയ്യുക, ക്വസ്റ്റ്യൻ ആൻസർ പോസ്റ്റ് ചെയ്യുക. നാളെ ഞങ്ങൾ വിന്നറിനെ ഡിക്ലെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പറയായിരുന്നു, കളവ് പറയലും പരദൂഷണവും പരസ്പരം ചീത്ത പറയുന്നൊക്കെ നോമ്പുകാരൻ ഒഴിഞ്ഞു നിൽക്കണമെന്ന്. പിന്നെ ഒരു കാര്യമുള്ളത്, കഴിവുണ്ടെങ്കിൽ നമ്മൾ രാത്രി ഭക്ഷണം കൊടുക്കുകയും അല്ലെങ്കിൽ നമ്മൾ നോമ്പ് തുറപ്പിക്കുകയും ചെയ്യുക ഒരു സുന്നത്ത് തന്നെയാണ്. ഒത്തിരി അധികം പുണ്യം കിട്ടുന്നതാണ് പാവപ്പെട്ടവരെ നമ്മൾ നോമ്പ് വയ്ക്കുന്നത് കൊണ്ട്. പിന്നെ കോളർ റെഡിയാണ്. ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. വെൽക്കം ടു എക്സ്ചേഞ്ച് ഹദിയത്ത് റംദാൻ. താങ്ക് യു വെരി മച്ച്. ആരാണ്? ഞാൻ അഷ്റഫ് അബുദാബിന്ന്. അഷ്റഫ് അബുദാബിന്ന്. ഞങ്ങളുടെ ഫേസ്ബുക്ക് കോൺടെസ്റ്റിൽ പങ്കെടുത്തിരുന്നോ? പങ്കെടുക്കണം. അപ്പൊ ഇന്ന് പങ്കെടുക്കണം കേട്ടോ. ഇന്ന് ഡിസിഷൻ ഉറപ്പിച്ചു. അപ്പൊ ഇന്ന് പോലെ തുടങ്ങി പങ്കെടുക്കണം. ഓക്കെ, നാട്ടിലെവിടെയാണ്? നാട്ടില് പെരുങ്ങോട്ടുകര, കോട്ടയം, തൃശ്ശൂർ ഡിസ്ട്രിക്ട്. ഓക്കെ, ഫാമിലി ഉണ്ടോ കൂടെ? 2 ഫാമിലി ഉണ്ട്. എത്ര കുട്ടികളാ ഉള്ളത്? 3 കുട്ടികൾ. 3 കുട്ടികൾ. ഏത് ക്ലാസ്സിലാ അവരൊക്കെ? 4ാം ക്ലാസ്സില്, 2ാം ക്ലാസ്സില്, പിന്നെ ചെറിയ കുട്ടികൾ 2 പേര്. ഇപ്പൊ സഹായിക്കാൻ ആരാണ് അടുത്തുള്ളത്? ഞാനിപ്പോ ടെലിവിഷന്റെ അവിടെ മാറി നിൽക്കാം, ഡിസ്റ്റർബൻസിൽ കണ്ടിരിക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഈസി ക്വസ്റ്റ്യൻ ആണ്. നബിക്ക് എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു പിതാമഹന്റെ മരണം? നബിക്ക് എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു പിതാമഹന്റെ മരണം? ഓപ്ഷൻസ് 1 to 9 ഏതെങ്കിലും ചൂസ് ചെയ്യൂ.
അവിടെ ഉത്തരവാണോ അങ്ങനെ പ്രോംപ്റ്റ് ചെയ്ത് തന്നെ? ഓപ്ഷൻ ഒന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, 4 to 9 ഏതെങ്കിലും ചൂസ് ചെയ്തോളൂ. ഓപ്ഷൻ കുറച്ചു. 8. അതെ, 8 കറക്റ്റ് ആൻസർ ആണ്. ആരാണ് പറഞ്ഞു തന്നത്? മോൻ പറഞ്ഞതാ. മോൻ പറഞ്ഞ. മോന്റെ പേരെന്താ? മുഹമ്മദ് അസ്ലം. മുഹമ്മദ് അസ്ലത്തിനാണ് കൺഗ്രാറ്റ്സ് ഞങ്ങൾ പറയുന്നത്. മിടുക്കനാ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞങ്ങൾ ചോദിക്കട്ടെ? പ്രീവിയസ് കോളേജിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ അറിയാവോ? ഏതാ? യാസീന്റെ. ആ ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ചോദിക്കാന്നാ. സൂറ യാസീൻ ഒരു പ്രാവശ്യം ഓതിയാൽ അള്ളാഹു എത്ര പ്രാവശ്യം ഖുർആൻ ഓതിയ ഗുണമാണ് തരുന്നത്? കൊറേ ഓപ്ഷൻസ് ഒക്കെ റൂൾ ഔട്ട് ആയി അതില്. അപ്പൊ ഇനി ആൻസർ പറയാൻ എളുപ്പമായി. ആൻസർ എളുപ്പമായില്ലേ? 10 കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ ഇതാണ് ആൻസർ. 10 തവണ ഓതിയതിന്റെ ഗുണമാണ്. അങ്ങനെ ഒരുപാട് നാൾക്ക് ഈ ക്വസ്റ്റിന് ആൻസർ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ സന്തോഷല്ലേ ആൻസർ പറഞ്ഞിട്ട്? ഓക്കെ, ഒരു കോളർ ആൻസർ പറയാൻ ഞങ്ങളടുത്ത് പറഞ്ഞു. ഷിയ മോള് ഇപ്പൊ ആൻസർ കേട്ടല്ലോ. 10 തവണയാണ് ഗുണം കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോട്ടെ അഷ്റഫ് കാ? ഓക്കെ, ഏത് സൂറത്താണ് 2 തവണ ഇറക്കിയത്? ഓപ്ഷൻസ് തരാം. തേർഡ് ക്വസ്റ്റ്യൻ അല്ലേ ആയിട്ടുള്ളൂ. ഓപ്ഷൻസ് സൂറ ഹംദ്, അൻഫാൽ, മറിയം. സൂറത്ത് അൻഫാൽ, സൂറത്തുൽ മറിയം, സൂറത്തുൽ ഹംദ്. ആലോചിച്ചിട്ട് ഒരെണ്ണം പറയൂ. ആലോചിച്ചിട്ട് ഒരു ആൻസർ കൺഫേം ചെയ്തിട്ട് പറഞ്ഞോളൂ. തേർഡ് ആണ്. ഫോർത്തിലേക്ക് എത്താം. വേഗം 15 സെക്കൻഡ്. ഇത്താനൊന്ന് ചോദിച്ചോളൂ വിളിച്ചിട്ട്. അല്ല, മോന്റെ അടുത്ത് ചോദിച്ചോ. അസ്ലമും പറഞ്ഞു കൊടുക്ക ആൻസർ. ഓപ്ഷൻസ് കൂടി പറയാം. അൻഫാൽ, ഹംദ്, മറിയമാണ് ഓപ്ഷൻസ്. ഈ സൂറത്ത് 2 തവണ ഇറക്കപ്പെട്ടു. ഏത് സൂറത്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. വേഗമായിക്കോട്ടെ, സമയം പോകുന്നു. ഇക്ക 15 സെക്കൻഡ്സ് ഒക്കെ കഴിഞ്ഞിട്ടോ. ഓൾമോസ്റ്റ് 1 മിനിറ്റ് ആകുക. വൈഫിനോട് ചോദിച്ചില്ലേ? ഉറപ്പിച്ചു ആൻസർ? അല്ല, ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. വെൽക്കം. അപ്പൊ ഇനി വിന്നിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇത് മോനാണ് സഹായിച്ചത്? മോന്റെ ഗസ്സാ ശരിയായത് അല്ലേ? ഓക്കെ, ഇനി വിന്നിംഗ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കുറച്ച് സമയം എടുത്ത് ആലോചിച്ച് പറയാ. ഓക്കെ, ആദ്യമായി ഖുർആൻ മനഃപ്പാഠമാക്കിയ സഹാബി വനിത ആരാണ്? ആദ്യമായി ഖുർആൻ മനഃപ്പാഠമാക്കിയ സഹാബി വനിത ആരാണ്? ആലോചിച്ച് പറയാ. ഇത് 4th ക്വസ്റ്റ്യൻ ആണെന്ന് മറന്നോ? വിന്നിംഗ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാറില്ല. ഓക്കെ, വേണമെങ്കിൽ ഒരു ക്ലൂ. ഓക്കെ, ഓപ്ഷൻസ് തരാം. കുറച്ച് ടഫ് ആയതുകൊണ്ട് ഓപ്ഷൻസ് തരാം. ഓക്കെ, ആദ്യത്തത് സൈനബ് ബിൻ ജഷ്, സെക്കൻഡ് ഫാത്തിമ ബിൻ മുഹമ്മദ്, തേർഡ് ഐഷ ബിൻ അബൂബക്കർ, ഫോർത്ത് ഹഫ്സ ബിൻ ഉമർ റളിയല്ലാഹു അൻഹ. ആദ്യത്തത് സൈനബ് ബിൻ ജഷ് റളിയല്ലാഹു അൻഹ, രണ്ടാമത് ഫാത്തിമ ബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹ, തേർഡ് ഐഷ ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹ, ഫോർത്ത് ഹഫ്സ ബിൻ ഉമർ റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബിൻ മുഹമ്മദ് ആണോ? ഉറപ്പിച്ചോ? തെറ്റിപ്പോയി. സോറി, ഒരു ചാൻസ് കൊടുക്കുന്നുള്ളൂ. കാരണം ഞങ്ങൾ കുറെ പേർക്ക് ഇങ്ങനെ കുറെ ചാൻസ് കൊടുക്കുന്നുണ്ട്. കംപ്ലൈന്റ്സ് വന്നു. എല്ലാവർക്കും ഒരു ചാൻസ് കൊടുക്കാവുള്ളൂ എന്ന്. കൊടുക്കാൻ പറ്റില്ല. കാരണം ഒരു ചാൻസ് അല്ലേ തരാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾ ഉറപ്പിച്ചു എന്ന് ചോദിച്ചത്. ഉറപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. സാരല്ല, നാളെ വിളിച്ചോളൂ. പിന്നെ അതുകൂടാണ്ട് ഞങ്ങളുടെ ഫേസ്ബുക്ക് കോൺടെസ്റ്റിൽ പങ്കെടുത്തു. ചിലപ്പോ നാളെ ഇക്കായാകും വിന്നർ. ഓക്കെ, വീണ്ടും വിളിക്കണോട്ടോ ഇക്ക.
ജയിച്ച സമ്മാനം ഈ ക്വിസിൽ പങ്കെടുത്ത പ്രൈസ് കിട്ടുക അയ്യപ്പാസിന്റെ ഗിഫ്റ്റ് വൗച്ചർ ആണ്.